സർവശക്തനായ ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമായ ഒരു കർത്തൃ ദിവസം കൂടെ നമ്മുടെ ദൈവത്തെ ആരാധിക്കുവാൻ ദൈവം നമുക്ക് ദാനം ചെയ്തതുകൊണ്ട് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്തൃദിന ധ്യാന ചിന്തയിലേക്ക് സ്വാഗതം. നമ്മുടെ കർത്താവിനെ ആരാധിക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ഹൃദയത്തിൽ പ്രേരണ നൽകിയ ഒരു വേദഭാഗം ഞാൻ വായിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തികൾ 7-ാം അധ്യായം അതിന്റെ 2-ാം വാക്യം. അവൻ പറഞ്ഞത്, സഹോദരന്മാരും പിതാക്കന്മാരുമായ പുരുഷന്മാരെ കേൾക്കുവീൻ. നമ്മുടെ പിതാവായ അബ്രഹാം ഹാരാനിൽ വന്നു പാർക്കും മുമ്പേ മെസൊപ്പൊത്താമിയയിൽ ഇരിക്കുമ്പോൾ തന്നെ തേജോമയനായ ദൈവം അവന് പ്രത്യക്ഷനായി. ഇവിടെ സ്തെഫാനോസ് ഒരു ചോദ്യത്തിന് ഉത്തരമായിട്ടാണ് ഒരു വിലയേറിയ വളരെ നീണ്ട ഒരു പ്രസംഗം നടത്തുന്നത്. അപ്പോസ്തല പ്രവൃത്തികൾ 6-ാം അധ്യായം അതിന്റെ 11 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ സ്തെഫാനോസിനെതിരെ കള്ളസാക്ഷികൾ എഴുന്നേറ്റ് സാക്ഷ്യം പറഞ്ഞു. അപ്പോൾ ജനത്തെയും മൂപ്പന്മാരെയും ശാസ്ത്രിമാരെയും ഇളക്കി അവനെ സെൻഹദ്രീൻ സംഘത്തിന്റെ മുമ്പാകെ സ്തെഫാനോസിനെ കൊണ്ടു നിർത്തി. 7-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ ഇത് ഉള്ളത് തന്നെയോ എന്ന് മഹാപുരോഹിതൻ ന്യായാധിപ സഭയിൽ ഇരുന്നു കൊണ്ട് അവനോട് ചോദിക്കുന്നു. ആ ചോദ്യത്തിന് ഉത്തരം നൽകുന്ന സ്തെഫാനോസ് അവരെ വിളിക്കുകയാണ്, സഹോദരന്മാരും പിതാക്കന്മാരുമായ പുരുഷന്മാരെ, നമ്മുടെ പിതാവായ അബ്രഹാം ഹാരാനിൽ വന്ന് പാർക്കും മുമ്പേ മെസൊപ്പൊത്താമിയയിൽ ഇരിക്കുമ്പോൾ തന്നെ തേജോമയനായ ദൈവം അവന് പ്രത്യക്ഷനായി. ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായത്തിന്റെ 1-4 വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും, ഹാരാനിൽ അബ്രഹാം ആയിരിക്കുമ്പോൾ ദൈവം രണ്ടാമത് പ്രത്യക്ഷപ്പെട്ട് അബ്രഹാമിനെ വിളിച്ചു. രണ്ടാമത് ദൈവം അബ്രഹാമിനെ വിളിക്കുമ്പോൾ അബ്രഹാമിന് 75 വയസ്സായിരുന്നു. അതിന് തൊട്ടു മുമ്പാണ് അദ്ദേഹത്തിന്റെ പിതാവായ തേരഹ് മരിച്ചത്. എന്നാൽ അതിനും ചില വർഷങ്ങൾക്ക് മുമ്പ് തന്നെ അബ്രഹാമിന് 71 72 വയസ്സ് നമുക്ക് പ്രതീക്ഷിക്കാം. ആ സമയത്ത് തന്നെ കൽദയരുടെ ഊരിൽ വെച്ച് ദൈവം ആദ്യമായി അബ്രഹാമിന് പ്രത്യക്ഷപ്പെട്ടു. ആ പ്രത്യക്ഷതയെ കുറിച്ചാണ് നാം ഇവിടെ കാണുന്നത്. സ്തെഫാനോസ് മഹാപുരോഹിതനോടും ശാസ്ത്രിമാരോടും അവിടെ ഉണ്ടായിരുന്ന മൂപ്പന്മാരോടുമൊക്കെ വളരെ സ്പഷ്ടമായി പറയുന്ന ഒരു ഉത്തരം, സഹോദരന്മാരെ, പിതാക്കന്മാരെ, നമ്മുടെ ദൈവം, തേജോമയനായ ദൈവം നമ്മുടെ പിതാവായ അബ്രഹാമിന് പ്രത്യക്ഷനായി. കൽദയരുടെ ഊരിൽ വെച്ച് പ്രത്യക്ഷനായി. അവനെ വിളിച്ചു വേർതിരിച്ചു. അത് കഴിഞ്ഞ് അബ്രഹാം മുതലുള്ള പിതാക്കന്മാരുടെ ചരിത്രം സ്തെഫാനോസ് വളരെ വ്യക്തമായിട്ട് പറയുകയാണ്. അതെ, ഒരു വലിയ ചോദ്യമാണ് സ്തെഫാനോസിനോട് ചോദിച്ചത്. സ്തെഫാനോസിനെതിരെ അവർക്കൊരു വലിയ ന്യായമുണ്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ 13-ാം വാക്യത്തിൽ, 6-ാം അധ്യായത്തിന്റെ 13-ാം വാക്യത്തിൽ നാം കാണുകയാണ്, ഈ മനുഷ്യൻ വിശുദ്ധ സ്ഥലത്തിനും ന്യായപ്രമാണത്തിനും വിരോധമായി ഇടപെടാതെ സംസാരിച്ചു വരുന്നു. അപ്പോൾ സ്തെഫാനോസ് ന്യായപ്രമാണം അംഗീകരിക്കാത്തവനാണ്, ദൈവത്തിന്റെ ആലയത്തിനെതിരെ സംസാരിക്കുന്നവനാണ്, യേശു വന്ന് ഈ ദേവാലയം നശിപ്പിച്ചു കളയും, മോശയുടെ എല്ലാ മര്യാദകളെയും മാറ്റിക്കളയുമെന്ന് പ്രസംഗിക്കുന്നവനാണെന്നാണ് കള്ളസാക്ഷികൾ അവനെതിരെ പറഞ്ഞത്. അതിനുത്തരമായിട്ട് അദ്ദേഹം തുടങ്ങുകയാണ്, നമുക്ക് ദൈവം പ്രത്യക്ഷപ്പെട്ട് നമ്മെ ഒരു പ്രത്യേക ജാതിയാക്കിയത് അബ്രഹാം മുതലാണ്. തേജോമയനായ ദൈവം നമ്മുടെ പിതാവായ അബ്രഹാമിന് കൽദയരുടെ ഊരിൽ വെച്ച് പ്രത്യക്ഷനായി. അതായത് ജാതികളെ പോലെ വിഗ്രഹ സേവ നടത്തി ദൈവമില്ലാത്തവനായിട്ട് ജീവിച്ചപ്പോൾ അവനെ വിളിച്ചു വേർതിരിച്ച തേജോമയനായ ദൈവം, ഗ്ലോറിയസ് ഗോഡ് അപ്പിയർഡ് ടു എബ്രഹാം. അപ്പോൾ തേജോമയനായ അത്യുന്നതനായ ദൈവമാണ് അബ്രഹാമിന് പ്രത്യക്ഷപ്പെട്ടത്. ആ തേജോമയനായ ദൈവം, ദ ഗോഡ് ഓഫ് ഗ്ലോറി അപ്പിയർഡ് ടു അവർ ഫാദർ എബ്രഹാം. ആ ദൈവം എത്ര ശ്രേഷ്ഠനാണ്, അവനെയാണ് നാം ആരാധിക്കുന്നത് എന്ന് പറഞ്ഞാണ് സ്തെഫാനോസ് തന്റെ പ്രസംഗം തുടങ്ങുന്നത്. എന്നാൽ മുമ്പോട്ട് പോകുമ്പോൾ അപ്പോസ്തല പ്രവൃത്തികൾ 7-ന്റെ 30-ാം വാക്യത്തിൽ നമ്മൾ കാണുകയാണ്, 40 ആണ്ട് കഴിഞ്ഞപ്പോൾ സീനായ് മലയുടെ മരുഭൂമിയിൽ ഒരു ദൈവദൂതൻ
മുൾപ്പടർപ്പിലെ അഗ്നിജ്വാലയിൽ അവന് പ്രത്യക്ഷനായി. മോശ ആ ദർശനം കണ്ട് ആശ്ചര്യപ്പെട്ടു. സൂക്ഷിച്ചു നോക്കുവാൻ അടുത്തു ചെല്ലുമ്പോൾ, ഞാൻ നിന്റെ പിതാക്കന്മാരുടെ ദൈവമായി അബ്രഹാമിന്റെയും ഇസഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവമാകുന്നു എന്ന് കർത്താവിന്റെ ശബ്ദം കേട്ടു. മോശ വിറച്ചിട്ട് നോക്കുവാൻ തുനിഞ്ഞില്ല. കർത്താവ് അവനോട്, നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധ ഭൂമിയാകിയാൽ കാലിൽ നിന്ന് ചെരുപ്പ് ഊരിക്കളയുക. അബ്രഹാമിന് പ്രത്യക്ഷപ്പെട്ട തേജോമയനായ ദൈവം, അബ്രഹാമിന്റെയും ഇസഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവം മോശയ്ക്ക് സീനായ് മരുഭൂമിയിൽ പ്രത്യക്ഷപ്പെട്ടതിനെ കുറിച്ച് പറയുകയാണ്. അബ്രഹാമിന് ദൈവം പ്രത്യക്ഷപ്പെട്ടപ്പോൾ നാം ഓർത്തതുപോലെ 71-72 വയസ്സുള്ള ഒരു വ്യക്തിക്കാണ് പ്രത്യക്ഷപ്പെട്ടത്. ഇപ്പോൾ ഇതാ മോശയ്ക്ക് 80 വയസ്സുള്ളപ്പോഴാണ് ഈ തേജോമയനായ ദൈവം പ്രത്യക്ഷപ്പെടുന്നത്. എന്നാൽ അവിടെ മോശയ്ക്ക് ആ ദൈവം പ്രത്യക്ഷപ്പെടുമ്പോൾ നമ്മൾ വായിക്കുന്നത് ഒരു ദൂതൻ പ്രത്യക്ഷപ്പെട്ടു എന്നാണ്. 30-ാം വാക്യത്തിൽ അപ്പോസ്തല പ്രവൃത്തികൾ 7:30 സീനായ് മലയുടെ മരുഭൂമിയിൽ ഒരു ദൈവദൂതൻ പ്രത്യക്ഷപ്പെട്ടു. എന്നിട്ട് 32-ാം വാക്യത്തിൽ പറയുകയാണ്, ഞാൻ അബ്രഹാമിന്റെയും ഇസ്ഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവം ആകുന്നു. കർത്താവ് മോശയോട് പറയുകയാണ്, ഈ സ്ഥലം വിശുദ്ധ ഭൂമിയാണ്. പിന്നെയും നാം 35-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ കാണുകയാണ്, നിന്നെ അധികാരിയും ന്യായകർത്താവും ആക്കിയത് എന്നിങ്ങനെ അവർ തള്ളിപ്പറഞ്ഞ ഈ മോശയെ ദൈവം ഉൾപ്പടർപ്പിൽ പ്രത്യക്ഷനായ ദൂതൻ മുഖാന്തരം അധികാരിയും വീണ്ടെടുപ്പുകാരനുമാക്കി അയച്ചു. അപ്പോൾ ഈ മോശയ്ക്ക് പ്രത്യക്ഷപ്പെട്ടത് ദൈവത്തിന്റെ ദൂതനാണ് എന്നാണ് ഇവിടെ പറയുന്നത്. എന്നാൽ നാം പുറപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിലേക്ക് ചെല്ലുമ്പോൾ ആ ദൈവത്തിന്റെ ദൂതനെ കുറിച്ച് പറയുന്നത് യഹോവയുടെ ദൂതൻ എന്നാണ്. പുറപ്പാട് പുസ്തകം 3-ാം അധ്യായം ഞാനൊന്ന് വായിക്കട്ടെ, അതിന്റെ 2 മുതലുള്ള വാക്യം. അവിടെ യഹോവയുടെ ദൂതൻ ഒരു മുൾപ്പടർപ്പിന്റെ നടുവിൽ നിന്ന് അഗ്നിജ്വാലയിൽ അവന് പ്രത്യക്ഷനായി. അവൻ നോക്കിയപ്പോൾ മുൾപ്പടർപ്പ് തീ പിടിച്ചു കത്തുന്നതും മുൾപ്പടർപ്പ് വെന്തു പോകാതിരിക്കുന്നതും കണ്ടു. മുൾപ്പടർപ്പ് വെന്തു പോകാതിരിക്കുന്ന ഈ വലിയ കാഴ്ച എന്തെന്ന് ഞാൻ നോക്കട്ടെ എന്ന് മോശ പറഞ്ഞു. നോക്കേണ്ടതിന് അവൻ വരുന്നത് യഹോവ കണ്ടപ്പോൾ ദൈവം മുൾപ്പടർപ്പിന്റെ നടുവിൽ നിന്ന് അവനെ മോശേ മോശേ എന്ന് വിളിച്ചു. അതിന് അവൻ ഇതാ ഞാൻ എന്ന് പറഞ്ഞു. അപ്പോൾ അവൻ, ഇങ്ങോട്ടടുക്കരുത്, നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധ ഭൂമിയാകയാൽ കാലിൽ നിന്ന് ചെരുപ്പഴിച്ചു കളയുക എന്ന് കൽപ്പിച്ചു. ഞാൻ അബ്രഹാമിന്റെയും ദൈവവും ഇസഹാക്കിന്റെ ദൈവവും യാക്കോബിന്റെ ദൈവവുമായി നിന്റെ പിതാവിന്റെ ദൈവം ആകുന്നു എന്ന് അവൻ അരുളി ചെയ്തു. മോശ ദൈവത്തെ നോക്കുവാൻ ഭയപ്പെട്ട് മുഖം മൂടി. ആ കർത്താവിന്റെ ദൂതൻ ദൈവമാണ് എന്ന്, യഹോവയുടെ ദൂതൻ എന്നവിടെ പറഞ്ഞിരിക്കുന്നത് ദൈവമാണ് എന്ന് നാം കാണുന്നു. അപ്പോൾ ആ തേജസ്സിൽ, ആ മുൾപ്പടർപ്പിന്റെ തേജസ്സിൽ പ്രത്യക്ഷപ്പെട്ട ദൈവത്തെ കുറിച്ച് നാം രണ്ടാമത് കാണുകയാണ്. അപ്പോൾ അബ്രഹാം ദൈവം തന്നെ വിളിച്ച് വേർതിരിക്കുന്ന സമയത്ത് തേജോമയനായ ദൈവത്തെ ദർശിച്ചു. ആ തേജോമയനായ ദൈവം സീനായ് മലയിൽ അതിന്റെ താഴ്വാരത്തിൽ മുൾപ്പടർപ്പിൽ മോശയ്ക്ക് പ്രത്യക്ഷനായി. അപ്പോൾ ഈ സ്തെഫാനോസിനെ കുറ്റം പറഞ്ഞ ആളുകളോട് ഈ ദൈവം ആരാണ് എന്ന് വ്യക്തമാക്കിയാണ്. ആ മോശയ്ക്ക് ദൂതൻ മുഖാന്തരം അരുളപ്പാടുണ്ടായി എന്ന് നാം വായിച്ചു. 35-ാം വാക്യത്തിൽ ആ മോശയ്ക്ക് ദൂതൻ മുഖാന്തരം അരുളപ്പാടുണ്ടായി എന്ന് അപ്പോസ്തല പ്രവൃത്തികൾ 7:35 നാം വായിച്ചു. അവിടെ നാം കാണുന്നത് ഈ മോശയെ ദൈവം മുൾപ്പടർപ്പിൽ പ്രത്യക്ഷനായ ദൂതൻ മുഖാന്തരം അധികാരിയും വീണ്ടെടുപ്പുകാരനും ആക്കി അയച്ചു. ഈ ദൂതൻ മോശയോടുകൂടെ ഇരുന്ന, അഥവാ കർത്താവിന്റെ ദൂതൻ എന്ന് പരിചയപ്പെട്ട ആ ദൈവം മോശയോടുകൂടെ ഇരുന്ന് വൻകാര്യങ്ങൾ ചെയ്തു എന്ന് നാം കാണുകയാണ്. 38-ാം വാക്യത്തിൽ വായിക്കുകയാണ്, സീനായ് മലയിൽ തന്നോട് സംസാരിച്ച ദൂതനോടും നമ്മുടെ പിതാക്കന്മാരോടും കൂടെ മരുഭൂമിയിൽ സഭയിൽ ഇരുന്നവനും നമുക്ക് തരുവാൻ ജീവനുള്ള അരുളപ്പാട് ലഭിച്ചവനും അവൻ തന്നെ. അപ്പോൾ മോശയാണ് ന്യായപ്രമാണം നമുക്ക് വാങ്ങി തന്നത് എന്ന് പറഞ്ഞു. ആ അബ്രഹാം പിതാവിന് തേജോമയനായ ദൈവം പ്രത്യക്ഷപ്പെട്ടു. അബ്രഹാമിന് ദൈവം പ്രത്യക്ഷപ്പെട്ടപ്പോൾ തേജോമയനായ ദൈവമായിട്ടാണ് പ്രത്യക്ഷപ്പെട്ടത്. ആ തേജോമയനായ ദൈവം മോശയ്ക്ക് പ്രത്യക്ഷപ്പെട്ടു.
മോശയ്ക്ക് സീനായ് മലയിൽ പ്രത്യക്ഷപ്പെട്ടു. സീനായ് പർവ്വതത്തിൽ മോശ ദൈവത്തോട് കൂടെയായിരുന്നു. ആ മോശയ്ക്ക് ആ ദൈവമാണ് ന്യായപ്രമാണം നൽകിയത്. എന്നാൽ അവിടെ കത്തുന്ന മുൾപ്പടർപ്പിൽ ദൈവം പ്രത്യക്ഷപ്പെട്ടപ്പോൾ മോശ തേജസ്സുള്ള ദൈവത്തെ യഹോവയുടെ ദൂതൻ എന്നുള്ള നിലയിലാണ് കാണുന്നത്. പിന്നെയും അവിടെ ആ ദൂതൻ മുഖാന്തരമാണ് ന്യായപ്രമാണം ലഭിച്ചത്. ആ ദൂതനാണ് മോശയോട് കൂടെ ഇരുന്ന് ഇസ്രായേൽ ജനത്തെ ഒരു വലിയ രാഷ്ട്രമാക്കി മാറ്റിയത്. ആ രാജ്യം ആക്കി അവരെ സ്ഥാപിച്ച് അവർക്ക് ന്യായപ്രമാണം കൊടുത്തത് എന്ന് രണ്ടാമത് സ്തെഫാനോസ് പറയുകയാണ്. എന്നിട്ട് സ്തെഫാനോസ് മുമ്പോട്ട് പ്രസംഗിച്ചു പോകുമ്പോൾ പറയുകയാണ്, ആ ദൈവം കൂടാരങ്ങളിൽ, സാക്ഷി കൂടാരങ്ങളിൽ വസിച്ചുകൊണ്ട് നമ്മുടെ പിതാക്കന്മാരെ നടത്തി. എന്നിട്ട് ദാവീദിനോട് ആ ദൈവം ആലയത്തോടുള്ള ബന്ധത്തിൽ കൽപ്പന കൊടുത്തു. ദാവീദിന്റെ പുത്രനായ ശലോമോൻ ദൈവത്തിന് ഒരു ആലയം ഉണ്ടാക്കി. എന്നാൽ നിങ്ങൾ എനിക്ക് വസിക്കുവാൻ ഒരുക്കുന്ന വാസസ്ഥലം എങ്ങനെയുള്ളത് എന്ന് ആ ദൈവം ചോദിച്ചു. അപ്പോൾ ആ വാസസ്ഥലം എത്ര വിശുദ്ധമായിരിക്കണമെന്ന് ദൈവം പഠിപ്പിക്കുകയായിരുന്നു. എന്നാൽ നമ്മുടെ പിതാക്കന്മാർ ആ വാസസ്ഥലത്തെ ആദരിച്ചില്ല. അവർ വിഗ്രഹങ്ങളെ ആരാധിക്കുന്നവരായിട്ട് മാറി. ആ വിശുദ്ധ സ്ഥലത്തിന് മാന്യത കൊടുത്തില്ല. അങ്ങനെ ആ വിശുദ്ധ സ്ഥലത്തെ അശുദ്ധമാക്കി നമ്മുടെ പിതാക്കന്മാർ മാറ്റിയത് കൊണ്ട് ആ വിശുദ്ധ സ്ഥലം ദൈവം നശിപ്പിച്ച് കളയേണ്ടതായിട്ട് വന്നു. ആ വിശുദ്ധ സ്ഥലത്തിന്റെ മഹത്വം നമ്മുടെ പിതാക്കന്മാരാണ് നഷ്ടപ്പെടുത്തിയത്. തന്നെയുമല്ല, പിന്നെയും സ്തെഫാനോസ് പ്രസംഗിച്ചു തുടരുകയാണ്. ആ പ്രസംഗത്തിൽ സ്തെഫാനോസ് വളരെ വ്യക്തമായിട്ട് അവരോട് പറയുന്നുണ്ട്, ഈ ദൈവം, നമ്മുടെ പിതാക്കന്മാരെ നടത്തിയ ആ വിശുദ്ധനായ ദൈവം മോശയെ പോലെ ഒരു പ്രവാചകനെ നമുക്ക് അയച്ചു തരുമെന്ന് അരുളി ചെയ്തു. അത് മോശയാണ് പറഞ്ഞത്. പിന്നീട് ആ മോശയേക്കാൾ ശ്രേഷ്ഠനായ ആ കർത്താവ് പ്രത്യക്ഷപ്പെടുമ്പോൾ പ്രവാചകന്മാരെ കൊന്നുകളഞ്ഞ നിങ്ങൾ അവനെ കൊന്നുകളഞ്ഞു എന്ന് പറഞ്ഞാണ് സ്തെഫാനോസ് തന്റെ പ്രസംഗം അവസാനിപ്പിക്കുന്നത്. അതുകൊണ്ട് 51-ാം വാക്യത്തിൽ സ്തെഫാനോസ് പറയുകയാണ്, ശാഠ്യക്കാരും ഹൃദയത്തിനും ചെവിക്കും പരിച്ഛേദനയില്ലാത്തവരുമായുള്ളവരെ, നിങ്ങളുടെ പിതാക്കന്മാരെ പോലെ തന്നെ നിങ്ങളും എല്ലായ്പ്പോഴും പരിശുദ്ധാത്മാവിനോട് മറുത്തു നിൽക്കുന്നു. പ്രവാചകന്മാരിൽ ഏവരെ നിങ്ങളുടെ പിതാക്കന്മാർ ഉപദ്രവിക്കാതിരുന്നിട്ടുള്ളൂ. നീതിമാനായവന്റെ വരവിനെ കുറിച്ച് മുന്നറിയിച്ചവരെ അവർ കൊന്നുകളഞ്ഞു. അവന് നിങ്ങൾ ഇപ്പോൾ ദ്രോഹികളും കൊലപാതകരുമായി തീർന്നു. നിങ്ങൾ ദൈവദൂതന്മാരുടെ നിയോഗങ്ങളായി ന്യായപ്രമാണം പ്രാപിച്ചുവെങ്കിലും അത് പ്രമാണിച്ചിട്ടില്ല. ഇവിടെ വളരെ വ്യക്തമായി സ്തെഫാനോസ് പറയുകയാണ്, ഞാനല്ല ന്യായപ്രമാണം പ്രമാണിക്കാത്തത്, നിങ്ങളാണ് ന്യായപ്രമാണം പ്രമാണിക്കാത്തത്. തന്നെയുമല്ല, പിതാക്കന്മാരുടെ അടുക്കലേക്ക് ദൈവത്തിന്റെ വചനവുമായി വന്ന പ്രവാചകന്മാരെ നമ്മുടെ പിതാക്കന്മാർ കൊന്നുകളഞ്ഞു. അതുപോലെ നീതിമാനായവന്റെ വരവിനെ കുറിച്ച് പ്രവാചകന്മാർ അരുളി ചെയ്തപ്പോൾ ആ പ്രവാചകന്മാരെ കൊന്നുകളഞ്ഞ നിങ്ങളുടെ പിതാക്കന്മാരെ പോലെ നിങ്ങൾ നീതിമാനായവനെ കൊന്നുകളഞ്ഞു. അതുകൊണ്ട് നിങ്ങൾ അവന് ദ്രോഹികളും കൊലപാതകരുമായി തീർന്നു. എത്ര മനോഹരമായിട്ടാണ് തേജോമയനായ ദൈവത്തിന്റെ പ്രത്യക്ഷതയെ കുറിച്ച്, അബ്രഹാമിന് വെളിപ്പെട്ട പ്രത്യക്ഷതയെ കുറിച്ച്, മോശയ്ക്ക് വെളിപ്പെട്ട പ്രത്യക്ഷതയെ കുറിച്ച്, മോശയിലൂടെ നൽകിയ ന്യായപ്രമാണത്തെ കുറിച്ച്, ദൈവത്തിന്റെ വിശുദ്ധ ദേവാലയത്തെ കുറിച്ച് സ്തെഫാനോസ് പറഞ്ഞിട്ട് അവസാനം പറയുകയാണ്, നിങ്ങളുടെ പിതാക്കന്മാരെ പോലെ നിങ്ങളും കൊലപാതകരും ദ്രോഹികളുമാണ്. കാരണം നിങ്ങൾ നീതിമാനായവനെ കൊന്നുകളഞ്ഞു. ഇപ്പോൾ സ്തെഫാനോസ് മറ്റൊരു പ്രത്യക്ഷത കാണുകയാണ്. ഇതാ സ്വർഗം തുറന്നിരിക്കുന്നതും മനുഷ്യപുത്രൻ ദൈവത്തിന്റെ വലത്തുഭാഗത്ത് നിൽക്കുന്നതും ഞാൻ കാണുന്നു എന്ന് പറഞ്ഞ് സ്തെഫാനോസ് വലിയ ശബ്ദത്തിൽ വിളിച്ചു പറയുകയാണ്. അവിടെ നാം കാണുന്നത് ഇങ്ങനെയാണ്. അപ്പോസ്തല പ്രവൃത്തികൾ 7:55, അവനോ പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി സ്വർഗത്തിലേക്ക് ഉറ്റുനോക്കി ദൈവമഹത്വവും ദൈവത്തിന്റെ വലത്തുഭാഗത്തെ യേശു നിൽക്കുന്നതും കണ്ടു. അതെ, ഈ പുസ്തകത്തിൽ, ഈ അധ്യായത്തിൽ, ഈ പ്രസംഗത്തിൽ വളരെ മനോഹരമായി സ്തെഫാനോസ് മറ്റൊരു മനോഹര പ്രത്യക്ഷത കാണിക്കുകയാണ്. അബ്രഹാമിന് തേജോമയനായ ദൈവം
ആത്മരൂപിയായി പ്രത്യക്ഷപ്പെട്ടു. ആ ദൈവത്തിന്റെ ദർശനം അബ്രഹാം കണ്ടു. അതവന്റെ വിശ്വാസ ജീവിതത്തെ നയിച്ചു. അവൻ വിശ്വാസികളുടെ പിതാവായി തീർന്നു. അവൻ നമ്മുടെ ഗോത്ര പിതാവായി തീർന്നു. എന്നാൽ അതിനുശേഷം മോശ വന്നപ്പോൾ യഹോവയുടെ ദൂതനായി ഇറങ്ങി വന്ന് ആ മോശയ്ക്ക് കർത്താവ് പ്രത്യക്ഷപ്പെട്ട് ആ മോശയെയും ആ ഇസ്രായേൽ ജനത്തെയും അവൻ വഴി നടത്തി ഈ ഇസ്രായേൽ രാഷ്ട്രത്തിൽ കൊണ്ട് സ്ഥാപിച്ചു. എന്നാൽ അത് കഴിഞ്ഞ് ആ ദൈവം മനുഷ്യനായി ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. അവൻ കർത്താവായ യേശു ക്രിസ്തുവായിരുന്നു. അവനായിരുന്നു നീതിമാനായവൻ. ആ നീതിമാനായവനെ കുറിച്ചാണ് പ്രവാചകന്മാരെല്ലാം പ്രവചിച്ചത്. യേശു ക്രിസ്തുവിനെ അവർ കൊന്നുകളഞ്ഞു. ആ യേശു ക്രിസ്തു മരണത്തെ ജയിച്ചുയർത്തെഴുന്നേറ്റു. അവൻ ഇന്നും സ്വർഗത്തിൽ വസിക്കുകയാണ്. അതുകൊണ്ട് സ്തെഫാനോസ് പറയുകയാണ്, അവൻ സ്വർഗത്തിലേക്ക് നോക്കി ദൈവത്തിന്റെ മഹത്വവും ദൈവത്തിന്റെ തേജസ്സിന്റെ വലത്തുഭാഗത്ത് ആ തേജസ്സിൽ ദൈവപുത്രനായ യേശു ക്രിസ്തു നിൽക്കുന്നതും കണ്ടു. എന്നിട്ട് പറയുകയാണ്, ഞാൻ മനുഷ്യപുത്രൻ ദൈവത്തിന്റെ വലത്തുഭാഗത്ത് നിൽക്കുന്നത് കാണുന്നു. സ്വർഗം തുറന്നിരിക്കുന്ന കാഴ്ചയും തേജോമയനായ ദൈവത്തെയും സ്തെഫാനോസ് കാണുകയാണ്. അവിടെ ചരിത്രത്തിൽ ദൈവം മനുഷ്യനായി വന്ന കർത്താവായ യേശു ക്രിസ്തുവിനെ തേജസ്സുള്ളവനായി സ്തെഫാനോസ് കാണുകയാണ്. എത്ര മനോഹരമായ പ്രത്യക്ഷത! പഴയ നിയമകാലത്തിൽ അബ്രഹാമിന് തേജോമയനായ ദൈവം പ്രത്യക്ഷപ്പെട്ടെങ്കിൽ മോശയ്ക്ക് യഹോവയുടെ ദൂതൻ എന്നുള്ള നിലയിൽ അവരെ നടത്തുവാൻ പ്രത്യക്ഷപ്പെട്ടവൻ ആടുകളുടെ ഇടയനായ നല്ല ഇടയനായ കർത്താവായ യേശു ക്രിസ്തു വചനം ജഡമെടുത്തു, നമ്മുടെ ഇടയിൽ പാർത്തു. അവൻ മനുഷ്യനായി ഇസ്രായേലുകാരുടെ മധ്യത്തിൽ തന്നെ ജീവിച്ചു. എന്നാൽ യഹൂദർ അവനെ കൊന്നുകളഞ്ഞു, ക്രൂശിച്ചു കൊന്നു. അവന്റെ കൊലപാതകരായിട്ട് അവർ മാറി. എന്നാൽ സ്തെഫാനോസ് പറയുകയാണ്, ഞാനിപ്പോൾ സ്വർഗം തുറന്നിരിക്കുന്നത് കാണുന്നു, തേജസ്സുള്ള ദൈവത്തെ കാണുന്നു. ദൈവത്തിന്റെ വലത്തുഭാഗത്ത് മനുഷ്യപുത്രനായ കർത്താവായ യേശു ക്രിസ്തുവിനെ കാണുന്നു. അവർ കോപം നിറഞ്ഞവരായി സ്തെഫാനോസിനെ കല്ലെറിഞ്ഞുകൊണ്ട് മുമ്പോട്ട് വന്നു. എന്നാൽ സ്തെഫാനോസ് അവിടെ ചെയ്യുന്ന കാര്യം 59-ാം വാക്യത്തിൽ കാണുകയാണ്. അവൻ മുട്ടുകുത്തി ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. കർത്താവായ യേശുവേ, എന്റെ ആത്മാവിനെ കൈക്കൊള്ളണമേ എന്ന് സ്തെഫാനോസ് വിളിച്ചപേക്ഷിക്കയിൽ അവർ അവനെ കല്ലെറിഞ്ഞു. അവനോ മുട്ടുകുത്തി, കർത്താവേ, അവർക്ക് ഈ പാപം നിർത്തരുതേ എന്ന് ഉച്ചത്തിൽ നിലവിളിച്ചു. ഇത് പറഞ്ഞിട്ട് അവൻ നിദ്ര പ്രാപിച്ചു. ഇവിടെ മനുഷ്യപുത്രൻ ദൈവത്തിന്റെ വലത്തുഭാഗത്ത് നിൽക്കുന്നത് കാണുന്നു എന്ന് പറയുന്നത് ഒന്നാമതായിട്ട് ദാനിയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ 7-ാം അധ്യായത്തിന്റെ 9, 10, 13, 14 വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ വയോധികനായവന്റെ മുമ്പിൽ കർത്താവായ യേശു ക്രിസ്തു എന്ന മനുഷ്യപുത്രൻ നിൽക്കുന്ന ഒരു കാഴ്ച നാം കാണുന്നുണ്ട്. ന്യായം വിധിക്കുവാൻ യോഗ്യനായി, ന്യായം വിധിക്കുവാൻ അധികാരമുള്ളവനായ മനുഷ്യപുത്രനെയാണ് അവിടെ കാണുന്നത്. അതുകൊണ്ട് സ്തെഫാനോസ് ഒന്നാമതായി യേശു ക്രിസ്തു മനുഷ്യപുത്രനാണ്, സകലരെയും ന്യായം വിധിക്കുവാൻ യോഗ്യനാണ് എന്ന് പറയുന്നു. രണ്ടാമതായിട്ട് ഇവിടെ കാണുകയാണ്, കർത്താവായ യേശുവേ, എന്റെ ആത്മാവിനെ കൈക്കൊള്ളണമേ. യേശു കർത്താവിൽ മരിക്കുന്ന മൃതന്മാരെ സ്വീകരിക്കുവാനായി എഴുന്നേറ്റ് നിൽക്കുന്ന കർത്താവിനെ അവൻ കാണുകയാണ്. മൂന്നാമതായിട്ട്, കർത്താവേ, അവർക്ക് ഈ പാപം നിർത്തരുതേ എന്ന ഉച്ചത്തിൽ നിലവിളിച്ചു. അതെ, പ്രാർത്ഥന സ്വീകരിക്കുന്ന കർത്താവിനെ, പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്ന കർത്താവിനെ, പാപം ക്ഷമിക്കുന്ന കർത്താവിനെ സ്തെഫാനോസ് ഇവിടെ ചിത്രീകരിക്കുകയാണ്. അതെ, അബ്രഹാം തേജോമയനായ ദൈവത്തെ കണ്ടു. മോശ ന്യായപ്രമാണം നൽകുന്ന തേജസ്സുള്ള ദൈവത്തെ, ഇസ്രായേലിനെ അവരുടെ അടിമത്തത്തിൽ നിന്ന് വിടുവിക്കുന്ന ദൈവത്തെ കണ്ടു. ഇപ്പോൾ ഇതാ സ്തെഫാനോസ് സ്വർഗം തുറന്നിരിക്കുമ്പോൾ സ്വർഗത്തിൽ തേജസ്സിൽ നിൽക്കുന്ന ഉയർത്തെഴുന്നേറ്റ മനുഷ്യപുത്രനായ കർത്താവായ യേശു ക്രിസ്തുവിനെ കാണുന്നു. ആ മനുഷ്യപുത്രൻ ആരാണ്? അവൻ ന്യായം വിധിക്കുവാൻ യോഗ്യനായ അധികാരമുള്ള കർത്താവാണ്. ആ കർത്താവായ യേശു ക്രിസ്തു തന്നിൽ മരിക്കുന്നവരുടെ, തന്റെ ഭക്തന്മാരുടെ ആത്മാക്കളെ സ്വീകരിക്കുന്ന
കർത്താവാണ്. തന്നെയുമല്ല, ആ കർത്താവായ യേശു ക്രിസ്തു പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്ന കർത്താവാണ്. തന്നെയുമല്ല, ആ കർത്താവായ യേശു ക്രിസ്തു പാപം ക്ഷമിക്കുന്ന കർത്താവാണ്. ഇന്ന് നമുക്ക് ഈ സ്വർഗീയ ദർശനം ഒന്ന് കാണാം. നമ്മുടെ കണ്ണുകൾ തേജോമയനായ ദൈവത്തിന്റെ ആ പ്രത്യക്ഷത ഒന്ന് കാണട്ടെ. നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി മനുഷ്യനായി വന്ന് ക്രൂശിൽ നമുക്ക് വേണ്ടി മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ഇന്ന് തേജസ്സിൽ വസിക്കുന്ന കർത്താവായിട്ടിരിക്കുന്നു. അവൻ ന്യായം വിധിക്കുന്ന കർത്താവാണ്. അവൻ നമ്മുടെ ആത്മാവിനെ സ്വീകരിക്കുന്ന കർത്താവാണ്. എന്ന് പറഞ്ഞാൽ, നാം മരിക്കുമ്പോൾ നമ്മെ സ്വീകരിക്കാനായിട്ട് ഒരുങ്ങി നിൽക്കുന്ന, അക്കരെ നമുക്ക് വേണ്ടി ഭവനമൊരുക്കി കാത്തിരിക്കുന്ന നമ്മുടെ മണവാളനായ കർത്താവാണ്. തന്നെയുമല്ല, നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്ന, നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്ന കർത്താവാണ്. എല്ലാറ്റിനും ഉപരി പാപങ്ങളെ ക്ഷമിക്കുന്ന കർത്താവാണ്. ഈ കർത്താവായ യേശു ക്രിസ്തുവിനെ നമുക്ക് വീണ്ടും നമസ്കരിക്കാം. സ്തേവാനോസ് കണ്ടതുപോലെ ആ തേജസ്സിലെ പ്രത്യക്ഷത നമ്മുടെ കണ്ണുകൾ കാണട്ടെ. ആ ദർശനത്തോടുകൂടെ ഈ കർത്താവിന്റെ സന്നിധിയിൽ വീണ് അവനെ ആരാധിക്കാം, അവന് സ്തുതി സ്തോത്രങ്ങൾ അർപ്പിക്കാം. അവന്റെ പരിശുദ്ധ നാമം ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരു വാക്ക് സ്തോത്രം ചെയ്യാം. പരിശുദ്ധനായ ദൈവമേ, തേജോമയനായ ഞങ്ങളുടെ കർത്താവേ, സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ ഞങ്ങളുടെ ദൈവത്തിന്റെ സന്നിധിയിൽ ഞങ്ങൾ നിലമ്പാട് വീണ് അങ്ങേ ആരാധിക്കുന്നു. അങ്ങേ പോലെ ആരാധനയ്ക്ക് യോഗ്യനില്ല. അങ്ങ് സകലത്തിന്റെയും സൃഷ്ടിതാവാണ്. അബ്രഹാം കണ്ട തേജോമയനായ ദൈവത്തെ ഞങ്ങൾക്ക് വിശ്വാസത്താൽ കാണുവാൻ കൃപ തന്നതിനായിട്ട് സ്തോത്രം. ഇസ്രായേലിനെ മരുഭൂമിയിൽ നടത്തിയ യഹോവയുടെ ദൂതനായ കർത്താവായ യേശു ക്രിസ്തുവിനെ ഞങ്ങൾക്ക് കാണുവാൻ ഇടയാക്കിയതിനായി സ്തോത്രം. എന്നാൽ എല്ലാറ്റിനും ഉപരി ന്യായം വിധിക്കുവാൻ പ്രാപ്തനായ മനുഷ്യപുത്രനായി തീർന്ന ദൈവകുഞ്ഞാടായ കർത്താവായ യേശു ക്രിസ്തുവിനെ ഞങ്ങൾ ഞങ്ങളുടെ വിശ്വാസ കണ്ണുകളാൽ കാണുകയാണ്. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ഇന്ന് ഞങ്ങളുടെ മധ്യസ്ഥനായി സ്വർഗത്തിൽ പിതാവിന്റെ സന്നിധിയിൽ വിരാജിക്കുന്ന, ഞങ്ങളുടെ ആരാധന സ്വീകരിച്ച് ദൈവസന്നിധിയിൽ അർപ്പിക്കുന്ന മഹാപുരോഹിതനായി ഞങ്ങൾക്ക് വേണ്ടി പാർക്കുന്ന ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിനായിട്ട് സ്തോത്രം. കർത്താവേ, അങ്ങ് ഞങ്ങളുടെ പാപം ക്ഷമിച്ചതിനായിട്ട് സ്തോത്രം. കർത്താവേ, അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഉത്തരം നൽകുന്നതിനായിട്ട് സ്തോത്രം. സർവ്വലഭനായ കർത്താവിന്റെ സന്നിധിയിൽ ഞങ്ങളെ തന്നെ താഴ്ത്തി ഞങ്ങൾ ഒരുക്കിക്കൊണ്ടുവന്നിരിക്കുന്ന ആരാധനയുടെ സന്നിധി സമർപ്പിക്കുന്നു. സർവ്വലഭനായ പ്രിയ പിതാവേ, ഇളയവരാകുന്ന ഞങ്ങളെ വീണ്ടെടുത്തതിനായി, നിത്യതയെ കുറിച്ചുള്ള പ്രത്യാശ തന്നതിനായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ അങ്ങേ സ്തുതിക്കുന്നു. ഞങ്ങൾ ഒരുക്കിക്കൊണ്ടുവന്നിരിക്കുന്ന സകല സ്തുതി സ്തോത്രയാഗങ്ങളും ത്രിയേക ദൈവത്തിന്റെ സന്നിധി ഞങ്ങൾ അർപ്പിക്കുകയാണ്. ഞങ്ങളുടെ കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ. ആമേൻ.